സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം വളരെ നേരത്തെ എത്തിയതാണ്. പിന്നീട് ഒരാഴ്ചക്കാലം ശക്തമായ മഴയുണ്ടായിരുന്നു. പിന്നീട് മഴ പലയിടങ്ങളിലും കുറയുകയും ചെയ്തു. എന്നാൽ നിലവിൽ പുതിയ അറിയിപ്പുകൾ വരുന്നു. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ കാലവർഷം ശക്തമാകും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഘന മുരളി തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മേഘന, നേരത്തെ എത്തിയ കാലവർഷം ആദ്യ സ്പെല്ലിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച ശക്തമായി തന്നെ പെയ്തു. പിന്നീട് മഴയൊന്നും മാറി. ഇനിയിപ്പോൾ പുതിയ അറിയിപ്പ് പ്രകാരം വീണ്ടും മഴയ്ക്ക് ശക്തി കൂടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില ജില്ലകൾ, അത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളാണ്. അവിടെ യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട മഴയുണ്ടാകും എന്ന് തന്നെയാണ്. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആ മേഖലയിൽ നൽകിയിട്ടുണ്ട്. പൊതുവിൽ എന്താണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്ന മറ്റു വിവരങ്ങൾ? ഏതൊക്കെയിടങ്ങളിലാണ് കൂടുതലായി ശ്രദ്ധ വേണ്ടത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ടോ മേഘന? പ്രജിൻ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് മറ്റന്നാൾ മുതൽ വീണ്ടും കാലവർഷം ശക്തമാകുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. കാലവർഷ പെയ്ത്ത് 8 ദിവസം തുടർച്ചയായി ശക്തമായ അതിതീവ്രമായ മഴ പെയ്തു. അതിനുശേഷം ഒരിടവേള, അതിനുശേഷം ഇനി മറ്റന്നാൾ മുതൽ വീണ്ടും കാലവർഷം ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിൽ 4 ജില്ലകൾക്കാണ് മറ്റന്നാൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മറ്റന്നാൾ യെല്ലോ അലേർട്ട് ഉള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ജൂൺ 11, 12 ജില്ലകളിൽ 7-8 ജില്ലകൾക്കായി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ കാലവർഷത്തിന്റെ 2ാം ഘട്ടം മറ്റന്നാൾ മുതൽ തുടങ്ങുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നു. അതിന് കൂടുതലായി അതിതീവ്ര മുന്നറിയിപ്പോ അല്ലെങ്കിൽ അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശമോ ഇപ്പോൾ നൽകുന്നില്ല. എന്നാൽ ഈ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലകൾ എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിൽ കാലവർഷ മഴ പെയ്തപ്പോൾ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായ മേഖലയാണ് മലയോര തീരദേശ പ്രദേശങ്ങൾ. അവിടെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. അതുപോലെ തന്നെ ഇനി മഴ പെയ്തു തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആദ്യ 8 ദിവസം അല്ലെങ്കിൽ കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പെയ്ത മഴയുടെ തീവ്രത വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇനി കാലവർഷം ശക്തമായാലും ഉണ്ടാകില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. സാധാരണഗതിയിലുള്ള മഴയായിരിക്കും പെയ്യുക. അതുപോലെ തന്നെ ഈ വടക്കൻ ജില്ലകളിലും മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും കൂടുതൽ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. ശരി, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.